ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വിളയിടം അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതി നടപ്പിലാക്കുമെന്നും കാർഷിക സർവകലാശാലയുടെ ഗവേഷണങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനത്ത് 475 ഹെക്ടർ സ്ഥലം റെയിൽവേക്ക് ആവശ്യമുണ്ടെന്നും ഇതിൽ 64 ഹെക്ടർ സ്ഥലം മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുനമ്പം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി പി രാജീവ്. രേഖകൾ ഉള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി. തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവരുടെ മേൽ ലോറി കയറി 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നാഗാലാൻഡിന് എതിരെ കേരളത്തിന് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജീവന് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പരമപ്രധാനം. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് അഗ്നിരക്ഷാസേനയെ പുതിയ സൌകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി നവീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫയർ സർവീസ് മെഡൽ വിതരണവും ആധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും തിരുവനന്തപുരം ഫയർ ആന്റ് റെസ്ക്യൂ ആസ്ഥാന മന്ദിരത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പ്രളയം, ഓക്കി, ഉരുൾപൊട്ടൽ ഈ ഘട്ടങ്ങളിലെല്ലാം ദുരന്ത നിവാരണത്തിനായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സജീവമായി ഇടപെട്ടതാണ്. ദുരന്തമുഖങ്ങളിൽ സഹായമെത്തിക്കുന്ന സേന എന്ന നിലയിൽ ഫയർഫോഴ്സിനെ ജനം നെഞ്ചേറ്റി എന്നുള്ളതാണ്. സ്വജീവൻ പണയം വെച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സേനയെ കൂടുതൽ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ കാലത്ത് ഏറെ അനിവാര്യമാണ്. കേരളത്തിൽ വിളയിടം അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതി നടപ്പിലാക്കുമെന്നും കാർഷിക സർവകലാശാലയുടെ ഗവേഷണങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. കാർഷിക സർവകലാശാല തയ്യാറാക്കിയ പുസ്തകങ്ങളായ വിള പരിപാലന ശുപാർശകൾ 2024, കോൾ നിലങ്ങളുടെ അറ്റ്ലസ് എന്നിവ സെക്രട്ടേറിയറ്റ് ലയം ഹാളിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 വർഷം മുൻപുള്ള കൃഷിരീതിയല്ല ഇന്ന്. കേരളത്തിൽ തന്നെ ഒരിടത്ത് നടപ്പിലാക്കുന്ന കൃഷിരീതി അതേപോലെ മറ്റൊരിടത്ത് നടപ്പാക്കാൻ കഴിയില്ല. ഭൂപ്രകൃതിയും കാലാവസ്ഥയും അടിസ്ഥാനമാക്കി മാറ്റങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിൽ 12,350 കോടി രൂപയുടെ പദ്ധതികളാണ് റെയിൽവേ നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനത്ത് 475 ഹെക്ടർ സ്ഥലം റെയിൽവേക്ക് ആവശ്യമുണ്ട്. ഇതിൽ 64 ഹെക്ടർ സ്ഥലം മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നും അദ്ദേഹം അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് 2,112 കോടി രൂപ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിൻ നിർത്തിയിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ സ്പെയർ വന്ദേഭാരത് റേക്ക് ഉപയോഗപ്പെടുത്തി ഏതാനും ദിവസങ്ങൾ സർവീസ് നടത്തിയതിനാലാകണം ട്രെയിൻ സർവീസ് നിർത്തിയതായുള്ള ധാരണ പരക്കാൻ ഇടയായതെന്ന് അദ്ദേഹം ഡീൻ കുര്യാക്കോസ് എംപിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി പി രാജീവ്. രേഖകൾ ഉള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും വർദ്ധിച്ചുവരുന്ന ഉത്കണ്ഠകളും പരിഗണിച്ചാണ് തീരുമാനം. നിർദ്ദിഷ്ട ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക, സഹായിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവരുടെ മേൽ ലോറി കയറി 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി റൂറൽ എസ്പിക്ക് നിർദ്ദേശം നൽകി. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറെയും ക്ലീനറെയും കോടതി റിമാൻഡ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യും. എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഏറ്റുവാങ്ങി. നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തും. 2 ദിവസങ്ങളിലായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UR പ്രദീപ്, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 4 തീയതി നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കും. അതിസങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ആദിവാസി യുവാവിന് പുതുജീവൻ. അഭിമാനത്തോടെ തൃശൂർ മെഡിക്കൽ കോളേജ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇടത് തോളലിന് താഴെ ആഴത്തിൽ കുത്തേറ്റ് രക്തം വാർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പാലക്കാട് സ്വദേശിയായ ആദിവാസി യുവാവിനാണ് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് പുതുജീവിതം നൽകിയത്. ഹൃദയത്തിൽ നിന്നും നേരിട്ട് പുറപ്പെടുന്ന ധമനിക്ക് ഗുരുതരക്ഷതം പറ്റിയതിനാൽ രക്ഷിച്ചെടുക്കുക പ്രയാസമായിരുന്നു. സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. 3 മണിക്കൂർ നീണ്ടുനിന്ന അതിസങ്കീർണ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഇക്കഴിഞ്ഞ നവംബർ 1 യുവാവിനെ കുത്തേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് 45 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് യുവാവിന് കരുതലൊരുക്കിയത്. ഹൈദരാബാദിൽ നടന്ന സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നാഗാലാൻഡിനെതിരെ 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി കേരളം. ആദ്യം ബാറ്റ് ചെയ്ത നാഗാലാൻഡ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 120 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 52 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. മുഹമ്മദ് അസറുദ്ദീനായിരുന്നു കേരളത്തെ നയിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് 12 വിളക്കോടെ ഇന്ന് സമാപനമാകും. സന്ധ്യയ്ക്ക് ആൽത്തറകളിലെ കൽവിളക്കുകളിൽ ദീപങ്ങൾ തെളിയിച്ചുള്ള ദീപാരാധന ദർശിച്ച് ഭക്തർ ഭജനം പാർക്കൽ പൂർത്തിയാക്കും. 12 വിളക്ക് പ്രമാണിച്ച് ശബരിമലയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കാൻ BSNLും ദേവസ്വം ബോർഡും സംയുക്തമായി ഒരുക്കിയിട്ടുള്ളത് 48 വൈഫൈ സ്പോട്ടുകൾ. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയാണ് ഇവ സജ്ജമാക്കിയിട്ടുള്ളത്. ഏത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ സിം ഉപയോഗിച്ചും സൌജന്യ സേവനം ആസ്വദിക്കാം. ഒരു സിമ്മിൽ ആദ്യത്തെ അരമണിക്കൂറാണ് സൌജന്യമായി 4G ഡേറ്റ ലഭിക്കുക. അരമണിക്കൂറിൽ കൂടുതൽ ഡേറ്റ ഉപയോഗിക്കേണ്ടവർക്ക് പണം നൽകിയും ഇന്റർനെറ്റ് ലഭിക്കും. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്ന ശബരിമല തീർത്ഥാടകർക്ക് പരാതിയുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ നേരിട്ട് വിളിക്കാം. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. സന്നിധാനം 759361767, പമ്പ 8592999666, നിലയ്ക്കൽ 7593861768 എന്നിവയ്ക്ക് പുറമെ ടോൾ ഫ്രീ 180042511125 നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് ഭക്ഷണം പാകം ചെയ്ത് തുറസായ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ യാത്രാമധ്യേ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ യാതൊരു കാരണവശാലും നൽകരുതെന്ന് വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വിളയിടം അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതി നടപ്പിലാക്കുമെന്നും കാർഷിക സർവകലാശാലയുടെ ഗവേഷണങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനത്ത് 475 ഹെക്ടർ സ്ഥലം റെയിൽവേക്ക് ആവശ്യമുണ്ടെന്നും ഇതിൽ 64 ഹെക്ടർ സ്ഥലം മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുനമ്പം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മന്ത്രി പി രാജീവ്. രേഖകൾ ഉള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി. തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവരുടെ മേൽ ലോറി കയറി 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നാഗാലാൻഡിനെതിരെ കേരളത്തിന് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.